പ്രിയമുള്ളവരെ, ഞാൻ മജീദ് ചെമ്പിരിക്ക. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമ്മുടെ സംസ്ഥാനത്ത് SIR നടപ്പിലാക്കുകയാണ്. അതിൻ്റെ ഭാഗമായി നമ്മുടെ വീടുകളിൽ ബൂത്ത് ലെവൽ ഓഫീസേഴ്സ് സന്ദർശനം നടത്തി എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്യുകയാണ്. നമുക്ക് പലവർക്കും എന്യൂമറേഷൻ ഫോം ലഭിച്ചിട്ടുണ്ട്. ലഭിക്കാത്തവർക്ക് തുടർ ദിവസങ്ങളിൽ അത് ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്യൂമറേഷൻ ഫോം ലഭിച്ച നമുക്ക് ഇന്ന് പഴയ ആശങ്കയും സംശയങ്ങളും ഒന്നും ഇല്ല. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ആ ഫോം ഫില്ല് ചെയ്യാനുള്ള ഒരു ധൈര്യം ഫോം കണ്ട ഉടനെ നമുക്കൊക്കെ ലഭ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്, നിങ്ങൾ എന്യൂമറേഷൻ ഫോം ലഭിച്ചു കഴിഞ്ഞാൽ ആ ഫോം കൃത്യമായി രേഖകളുടെ ബലത്തിൽ ഫില്ല് ചെയ്ത് തിരിച്ച് ബൂത്ത് ലെവൽ ഓഫീസേഴ്സിനെ ഏൽപ്പിക്കുക. ഒരാൾക്ക് 2 ഫോം വിതരണം ചെയ്യും. ആ 2 ഫോമും കൃത്യമായി ഫില്ല് ചെയ്യുക. നിങ്ങൾ ഒപ്പുവെക്കുക, അതിനുശേഷം BLO ഒപ്പുവെക്കും. അതിൽ നിന്ന് ഒരു ഫോം നിങ്ങൾ സൂക്ഷിക്കണം. അതാണ് ഭാവിയിലെ എല്ലാ കാര്യങ്ങൾക്കും ആധികാരികമായി വരാൻ പോകുന്ന രേഖ. കാരണം നമ്മൾ ഇനി ഭാവിയിൽ നമ്മൾ ഫില്ല് ചെയ്ത ഫോമിലെ ഏതെങ്കിലും സംശയങ്ങൾ നമുക്കുണ്ടായാൽ അതിന് ഉത്തരം പറയേണ്ടത് ഈ ഫോമാണ്. അതുകൊണ്ട് ഈ ഫോം എല്ലാവരും കൃത്യമായി സൂക്ഷിച്ച് വയ്ക്കുക. ഇനി കൂടുതലൊന്നും പറയുന്നില്ല. ഞാൻ ഈ ഫോം എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യമായി ഫോം ഞാൻ പരിചയപ്പെടുത്താം. നമുക്കറിയാം, ഇത് എന്യൂമറേഷൻ ഫോമാണ്. ഈ ഫോമിൽ ലെഫ്റ്റ് സൈഡ് 2 കോളം ഉണ്ട്. ആ കോളത്തിൽ നിലവിലുള്ള നിങ്ങളുടെ ഏറ്റവും പുതിയ 2025 ഇലക്ഷൻ ID കാർഡിലെ വിവരങ്ങൾ അതിൽ രേഖപ്പെടുത്തും. അതിൻ്റെ തൊട്ടടുത്ത് QR കോഡാണ്. അതിൻ്റെ തൊട്ടപ്പുറത്ത് നിലവിൽ നിങ്ങളുടെ ഇലക്ഷൻ ID കാർഡിലുള്ള ഫോട്ടോ ഉണ്ടാവും. ഇനി ആ ഫോട്ടോ മാറ്റണമെങ്കിൽ തൊട്ടപ്പുറത്ത് നിങ്ങൾക്ക് പുതിയ ഫോട്ടോ പതിക്കാവുന്നതാണ്. നമുക്കൊന്ന് ഫോറം പരിശോധിച്ച് നോക്കുക. ഇതാണ് നമ്മുടെ ഫോറം. ഇതിൻ്റെ അതൊരു മാതൃകയാണ്. നിങ്ങൾക്ക് പലവർക്കും ഇത് ലഭിച്ചിട്ടുണ്ടാകും. ഇതാണ് നമ്മുടെ ഫോറം. ഇതിന് 3 കോളമാണ് ഈ ഫോറമിന് ഉള്ളത്. അത് നിങ്ങൾ പരിശോധിച്ച് നോക്കുക. ആദ്യം ഫസ്റ്റ് കോളം, ഇതാണ് ഫസ്റ്റ് കോളം. ഈ ഫസ്റ്റ് കോളത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ കോളം നമ്മൾ എല്ലാവരും ഫില്ല് ചെയ്യണം. അപ്പോൾ കോളം ഫില്ല് ചെയ്യുന്നത് 2 വിഭാഗമായിട്ടാണ്. അത് ഒന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് 2002-ലും 2025-ലും നമ്മുടെ വോട്ടർ പട്ടികയിൽ പേരുള്ള വിഭാഗമാണ്. അത് ഒരു വിഭാഗമാണ്. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് 2025-ൽ വോട്ടർ ലിസ്റ്റിൽ പേരുണ്ട്, പക്ഷേ 2002-ലെ വോട്ടർ ലിസ്റ്റിൽ പേരില്ല. അവരാണ് രണ്ടാമത്തെ വിഭാഗം. അപ്പൊ ഞാൻ പറഞ്ഞു, ഒന്നാമത്തെ വിഭാഗം 2 വോട്ടർ പട്ടികയിലും പേരുള്ളവരാണ്. അവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കോളവും അതുപോലെ രണ്ടാമത്തെ കോളവും ഫില്ല് ചെയ്യുക. അവർ മൂന്നാമത്തെ കോളം ഫില്ല് ചെയ്യേണ്ട ആവശ്യം ഇല്ല. മറിച്ച് 2025-ലെ വോട്ടർ ലിസ്റ്റിൽ മാത്രം പേരുള്ള, അതുപോലെ 2002-ലെ വോട്ടർ ലിസ്റ്റിൽ പേരില്ലാത്തവരാണ് മൂന്നാമത്തെ കോളം ഫില്ല് ചെയ്യേണ്ടത്. അവര് ഒന്നാമത്തെയും മൂന്നാമത്തെയും കോളം മാത്രം ഫില്ല് ചെയ്താൽ മതി. രണ്ടാമത്തെ കോളം ഫില്ല് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഒന്നുകൂടി കൃത്യമായിട്ട് പറയാം, 2025-ലെ വോട്ടർ ലിസ്റ്റിലും 2002-ലെ വോട്ടർ ലിസ്റ്റിലും പേരുള്ളവർ ഒന്നാമത്തെ കോളവും രണ്ടാമത്തെ കോളവും ഫില്ല് ചെയ്യുക. മൂന്നാമത്തെ കോളം ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ടാം വിഭാഗമായ 2025-ലെ വോട്ടർ ലിസ്റ്റിൽ മാത്രം പേരുള്ള, 2002-ലെ വോട്ടർ ലിസ്റ്റിൽ പേരില്ലാത്തവർ ഒന്നാമത്തെ കോളവും മൂന്നാമത്തെ കോളവും ഫില്ല് ചെയ്യുക. രണ്ടാമത്തെ കോളം ഫില്ല് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഇക്കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത് എങ്ങനെയാണ് ഫോം ഫില്ല് ചെയ്യേണ്ടത് എന്ന് നമുക്ക് പരിശോധിച്ചു നോക്കാം. അപ്പൊ നിങ്ങൾ പറഞ്ഞു, ആദ്യമായിട്ട് ഇതാണ് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ 3 വിഭാഗം എന്ന് പറയുന്നത്. വോട്ടറുടെ വിവരങ്ങൾ എവിടെ എഴുതണം? ഈ വോട്ടർ, ഈ രണ്ടാമത്തെ കോളത്തിൽ ഈ വോട്ടർ 2002-ലെ പട്ടികയിൽ ഉണ്ടെങ്കിൽ ആ വിവരങ്ങൾ ഇവിടെ ചേർക്കണം. ആദ്യം ചെയ്യുന്നയാള്. ഇത് മൂന്നാമത്തെ കോളത്തില്
2002 പട്ടികയിൽ ഇല്ലാത്ത വോട്ടർ ആണെങ്കിൽ അവരുടെ ബന്ധു 2002 ഉണ്ടെങ്കിൽ ആ വിവരങ്ങൾ ഇവിടെ എഴുതുക. അതാണ് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഒന്നാമത്തെ കോളത്തിൽ നിങ്ങളുടെ വിവരങ്ങൾ എഴുതുക, രണ്ടാമത്തെ കോളത്തിൽ നിങ്ങൾക്ക് 2002 വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ വിവരങ്ങൾ എഴുതുക. മൂന്നാമത്തെ കോളത്തിൽ 2002 വോട്ടർ ലിസ്റ്റിൽ നിങ്ങളില്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുവിന്റെ വിവരങ്ങൾ അവിടെ എഴുതുക. ബന്ധു എന്ന് പറയുമ്പോൾ അച്ഛൻ, അമ്മ, സഹോദരൻ, സഹോദരി, ഭാര്യ, ഭർത്താവ്, ഇങ്ങനെയൊക്കെ വരും. അതാണ് നിങ്ങൾ ഇത് ശ്രദ്ധിക്കേണ്ടത്. ഇനി അടുത്തത് എങ്ങനെയാണ് നമ്മൾ ഈ ഫോം ഫില്ല് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇതാണ് ഞാൻ പറഞ്ഞു, ആദ്യത്തെ ഒന്നാമത്തെ കോളം ഫില്ല് ചെയ്യുക. അതെല്ലാവരും ചെയ്യണം. ഈ കോളമൊക്കെ ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാം രേഖയുടെ പിൻബലത്തിലായിരിക്കണം. നമ്മൾ 12ഓളം രേഖകൾ മുമ്പ് പറഞ്ഞിരുന്നു. അതിലേതെങ്കിലും രേഖയുടെ പിൻബലത്തിലായിരിക്കണം നമ്മൾ ഈ ഫോം ഫില്ല് ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റ് കോളത്തിൽ നമ്മളോട് ആദ്യമായിട്ട് ചോദിക്കുന്നത് നമ്മുടെ ജനന തീയതിയാണ്. നോക്കുക, നമ്മുടെ ജനന തീയതിയാണ് ഇവിടെ ചോദിക്കുന്നത്. അത് കൃത്യമായിട്ട് നമ്മൾ ജനന തീയതി ചെയ്ത്, ഇപ്പം എൻ്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഞാൻ ജനിച്ചത് 28/10/1968 അപ്പൊ എൻ്റെ ഈ ജനന തീയതിക്കുള്ള ഞാൻ ബേസ് ആയിട്ട് എടുത്തിട്ടുള്ളത് എൻ്റെ SSLC ബുക്കാണ്. അപ്പോൾ അതിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ രണ്ടാമത്തെ കോളത്തിൽ അതുപോലെ തന്നെ എൻ്റെ ആധാർ കാർഡ് നമ്പർ എഴുതുക. നിർബന്ധമില്ല, ഓപ്ഷനിലാണ്, വേണമെങ്കിൽ എഴുതിയാൽ മതി. രണ്ടാമത്തെ കോളത്തിൽ ആധാർ നമ്പർ എഴുതുക. മൂന്നാമത്തെ കോളത്തിൽ എൻ്റെ മൊബൈൽ നമ്പറാണിത്, മൊബൈൽ നമ്പർ എഴുതുക. അപ്പോൾ മൊബൈൽ നമ്പർ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ ആയിരിക്കണം എഴുതേണ്ടത്. നാലാമത്തെ കോളം ശ്രദ്ധിക്കുക, നമ്മുടെ പിതാവിൻ്റെയോ രക്ഷിതാവിൻ്റെയോ പേര് എഴുതണം. അപ്പോൾ പിതാവിൻ്റെ പേര് എഴുതുമ്പോൾ ശരിക്കും നമ്മുടെ വോട്ടർ ഐ ഡിയിലുള്ള പിതാവിൻ്റെ എഴുതുന്നതായിരിക്കും നല്ലത്. ഏറ്റവും പുതിയ വോട്ടർ ഐ ഡി ആണ് ഈ കോളം പൂരിപ്പിക്കേണ്ടത്, പഴയതല്ല. അപ്പോൾ അതിൽ ആരെയാണ്, ഇപ്പം എൻ്റെ പുതിയ വോട്ടർ ഐ ഡിയിൽ എൻ്റെ ഫാദറിൻ്റെ പേര് അബ്ദുൽ ഖാദർ CM ആണ്. അതാണ് ഞാനിവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ അടുത്തത് നമ്മൾ വരുന്നത് പിതാവിൻ്റെ എപ്പിക് നമ്പറാണ്. എപ്പിക് നമ്പർ എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ ID കാർഡ് നമ്പറാണ്. അത് ഇപ്പം എൻ്റെ ഫാദർ മരിച്ചു, ആ സമയത്ത് എപ്പിക് കാർഡ് ഉണ്ടായിട്ടില്ല. ഇനി മരിച്ചവരുടെ കാര്യത്തിൽ എപ്പിക് കാർഡ് നമ്പർ എഴുതണമെന്നില്ല, അവിടെ നമ്മൾ ബ്ലാങ്ക് ആയിട്ട് ഒരു വരയിട്ട് വിട്ടാൽ മതി. അതുപോലെ മൂന്നാമത്തെ അടുത്ത കോളം വരുന്നത് നമ്മുടെ ഇതാണ്, മാതാവിൻ്റെ പേരാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അടുത്ത മാതാവിൻ്റെ പേരോ അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, അപ്പോൾ അടുത്തതായി നമ്മൾ എഴുതേണ്ടത് മാതാവിൻ്റെ പേരാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിതാവിൻ്റെ എഴുതിയതുപോലെ മാതാവിൻ്റെ പേര് എഴുതുക. എൻ്റെ SSLC ബുക്കിൽ എൻ്റെ മാതാവിൻ്റെ പേര് ബി ഫാത്തിമ K എന്നാണ്. ഞാനത് അവിടെ രേഖപ്പെടുത്തി, അത് മാതാവിൻ്റെ പേര് ഞാൻ അവിടെ എഴുതിയിരിക്കുകയാണ്. അപ്പം അത് നിങ്ങൾ എഴുതുക. അപ്പം മാതാവിൻ്റെ എപ്പിക് നമ്പറാണ്, ഇലക്ഷൻ ID കാർഡ് നമ്പറാണ് അടുത്ത് ചോദിക്കുന്നത്. മാതാവ് മരണപ്പെട്ടതുകൊണ്ട് തന്നെ ഞാനത് എഴുതിയിട്ടില്ല, അത് എഴുതേണ്ട ആവശ്യം ഇല്ല. അടുത്തത് എൻ്റെ പങ്കാളിയുടെ പേരാണ്. പങ്കാളി ഉണ്ടെങ്കിൽ എൻ്റെ ഭാര്യയുടെ പേരാണ് നഫീസത്തുൽ മിസ്രിയ. ആ പേര് ഞാൻ ഇവിടെ എഴുതി. കൃത്യമായി പേര് ഭാര്യയുടെ എപ്പിക് നമ്പർ നോക്കിയിട്ട് എഴുതുക. അവരുടെ എപ്പിക് നമ്പറിൽ എന്താണോ പേര്, ആ പേര് കൃത്യമായിട്ട് എഴുതുക. അതുപോലെ ഭാര്യയുടെ എപ്പിക് നമ്പറും ഇവിടെ എഴുതുക. ഇത്രയാണ് ഒന്നാം കോളത്തിൽ ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, ഒന്നാം കോളത്തിൽ നമ്മൾ നമ്മുടെ ഇപ്പോഴത്തെ രേഖകൾ വെച്ചുള്ള കാര്യങ്ങളാണ് അതിൽ ചേർക്കേണ്ടത്. അതിനർത്ഥം നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇലക്ഷൻ ID ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ ചേർക്കേണ്ടത്. അപ്പോൾ അത് ചേർത്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഒന്നാമത്തെ കോളം ഫില്ല് ചെയ്ത് കഴിഞ്ഞു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഒന്നാമത്തെ കോളത്തിൻ്റെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മൂവ് ചെയ്യേണ്ടത്, എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ശ്രദ്ധിക്കുക, എനിക്ക് 2002 എൻ്റെ പേര് വോട്ടർ പട്ടികയിലുണ്ട്. അതുകൊണ്ട് തന്നെ ലെഫ്റ്റ് സൈഡുള്ള രണ്ടാമത്തെ കോളം ഞാൻ പൂരിപ്പിക്കേണ്ടതുണ്ട്. അത് കൃത്യമായിട്ട് നോക്കുക. എൻ്റെ പേര് 2002 വോട്ടർ പട്ടികയിലുള്ളത് അബ്ദുൽ മജീദ് എന്നാണ്. എൻ്റെ ഇനീഷ്യൽ CA ഇല്ല, ഞാൻ അത് കഴിഞ്ഞിട്ടാണ് അത് ആഡ് ചെയ്തതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്യാനൊന്നും പോകണ്ട. 2002 എന്താണോ ഉള്ളത് അത് എഴുതുക. അതുപോലെ അതിൽ എൻ്റെ ID നമ്പർ അന്നത്തെ KL 010033633100 ആണ്, അത് എഴുതുക. പിന്നെ അതിൽ ചോദിക്കുന്നുണ്ട് ബന്ധുവിൻ്റെ പേര്. അപ്പോൾ ബന്ധുവിൻ്റെ പേര് എന്ന് പറയുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, അന്നത്തെ നമ്മുടെ വോട്ടർ ലിസ്റ്റിൽ എൻ്റെ അബ്ദുൽ മജീദിന് നേരെ എൻ്റെ പിതാവിൻ്റെ പേര് എഴുതിയിട്ടുണ്ട്. അബ്ദുൽ ഖാദർ എന്നാണ് പിതാവിൻ്റെ പേര്, അതാണ് ബന്ധു. അത് അവരുമായിട്ടുള്ള റിലേഷൻ, ബന്ധം എന്താണെന്നാണ് അടുത്ത് ചോദിക്കുന്നത്. എൻ്റെ ഫാദറാണ്.
അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോളുക. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ പേര് അന്നത്തെ വോട്ടർ ലിസ്റ്റിൽ ചിലപ്പോൾ ദൈനബി എന്നുണ്ടാവും, അല്ലെങ്കിൽ സുകുമാരി എന്നൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ അത് അമ്മയുടെ പേരായിരിക്കും. അപ്പോൾ അതുപോലെ എഴുതണം. അവിടെ എന്നിട്ട് റിലേഷൻ ചോദിക്കുമ്പോൾ മാതാവ് എന്ന് എഴുതണം. അങ്ങനെയാണ് അവിടെ ഫില്ല് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തത് എഴുതുക. എന്താണ്, നമ്മൾ എവിടെ ഏത് ഇതാണ് ജില്ലയാണ് കാസർഗോഡ്. അതുപോലെ അതുപോലെ നമ്മൾ അതിൽ ചെയ്യേണ്ടത് കാസർഗോഡ് ജില്ല എഴുതി, കേരള എഴുതി. പിന്നെ അതിന് താഴത്തെ ഒരു കോളം ഫില്ല് ചെയ്യാനുണ്ട്, ഞാനത് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ എഴുതാൻ മറന്നുപോയി. അത് എനിക്ക് അവിടെ എഴുതേണ്ടത് നിങ്ങളുടെ മണ്ഡലത്തിന്റെ പേരാണ്. ഇപ്പൊ എൻ്റെത് ഉദുമയാണ്, ഞാൻ ഇവിടെ ഉദുമയെന്നാണ് എഴുതേണ്ടത്, അത് എഴുതിയിട്ടില്ല. അപ്പൊ നിങ്ങളത് ശരിക്കും കൃത്യമായിട്ടത് എഴുതണം, ഉദുമാന്ന്. ഞാനത് മറന്നുപോയി, വിട്ടുപോയി, ഞാനത് പിന്നെ എഴുതിക്കോളാം. അപ്പോൾ അത് ഉദുമയാണ് എഴുതേണ്ടത്. ഇവിടെ ഉദുമ ഇവിടെ ഉദുമ എന്ന് എഴുതണം. അത് കഴിഞ്ഞ് നമ്മൾ ഉദുമയുടെ നമ്പർ എന്ന് പറയുന്നത് 003 ആണ്. 001 മഞ്ചേശ്വരമാണ്, 002 കാസർഗോഡാണ്, 003 ഉദുമയാണ്, ഉദുമ. പിന്നെ എൻ്റെ പാർട്ട് നമ്പർ, എൻ്റെ പഴയ 2002 പാർട്ട് നമ്പർ 122ആണ്. അത് വളരെ ശ്രദ്ധിക്കണം. 2002 ഇൻഫർമേഷൻ മാത്രമേ ഈ കോളത്തിൽ പൂരിപ്പിക്കാൻ പാടുള്ളൂ. ഇപ്പോഴത്തെ എൻ്റെ പാർട്ട് നമ്പർ 20ആണ്, ഞാൻ അത് എഴുതാൻ പാടില്ല. നമ്മൾ BLOമാരോട് കൃത്യമായി ചോദിക്കണം നമ്മുടെ പാർട്ട് നമ്പർ എത്രയാണ്. ഇനി അന്നത്തെ പാർട്ട് നമ്പറിലെ 122 എൻ്റെ സീരിയൽ നമ്പർ, ക്രമ നമ്പർ എത്രയാണ്, അത് നമ്മൾ ചോദിക്കണം. എൻ്റെ 478 ആണ്. അപ്പൊ ഇത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കാര്യത്തിൽ ക്ലിയർ ആയി. അങ്ങനെ അതിനർത്ഥം 2025 വിവരം ഞാൻ കൊടുത്തു, 2002 വിവരവും കൊടുത്തു. ഇതോടുകൂടി എൻ്റെ കാര്യം ക്ലിയർ ആയി. അപ്പൊ എനിക്ക് മൂന്നാമത്തെ കോളം ഫില്ല് ചെയ്യേണ്ട കാര്യം ഇല്ല. ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങൾ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്, രണ്ടാമത്തെ കോളം ഇപ്പൊ എൻ്റെ ചെമ്പിരിക്കയാണ് എൻ്റെ വീട്. അപ്പൊ ചെമ്പിരിക്കയിൽ തന്നെ ഞാൻ 2002 വോട്ടർ പട്ടികയിലുണ്ട്. ചിലപ്പോൾ ഞാൻ ചെമ്പിരിക്കയിൽ 2002 വോട്ടർ പട്ടികയിലില്ല. ഞാൻ എൻ്റെ തറവാട്, എൻ്റെ ഉമ്മയുടെ വീട് കോട്ടിക്കുളമാണ്. അപ്പോൾ കോട്ടിക്കുളമാണ് എൻ്റെ 2002 വോട്ടർ പട്ടികയിലുണ്ടെങ്കിൽ ഞാൻ അവിടുത്തെ വിവരം സെക്കൻഡ് കോളത്തിൽ എഴുതിയാൽ മതി. ഞാൻ എവിടെയാണോ 2002 വോട്ടർ പട്ടികയിൽ ഉള്ളത് അവിടുത്തെ വിവരമാണ് എഴുതേണ്ടത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, അവിടുത്തെ വിവരങ്ങൾ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു കേട്ട് എഴുതാൻ പാടില്ല. കൃത്യമായി നമ്മൾ 2002 എവിടെയാണോ ഉണ്ടായിരുന്നത് അവിടത്തെ BLOമാരെ സമീപിച്ച് നമ്മൾ ഈ സീരിയൽ നമ്പറും പാർട്ട് നമ്പറും ഈ കാര്യങ്ങളൊക്കെ ലഭ്യമാക്കണം. അങ്ങനെയാണ് 2025 2002 വോട്ടർ പട്ടികയിലുള്ള വോട്ടർമാർ ചെയ്യേണ്ടത്. ഇനി അടുത്ത വിഭാഗമാണ് നമ്മളൊക്കെ പറഞ്ഞത്, നേരത്തെ പറഞ്ഞതുപോലെ എന്താണ്, നമ്മൾ അവരൊക്കെ ഇതില് 2025 വോട്ടർ പട്ടികയിലുണ്ട്, പക്ഷേ അവരെന്തില്ല, 2002 വോട്ടർ പട്ടികയിൽ ഇല്ല. അത്തരക്കാർ ചെയ്യേണ്ടത് ആദ്യത്തെ ഒന്നാമത്തെ കോളം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫില്ല് ചെയ്യുക. ഇപ്പൊ എൻ്റെ മകൻ്റെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ശ്രദ്ധിക്കുക. അവൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്, അവൻ്റെ SLC ബുക്ക്, ഇപ്പോൾ ജനന സർട്ടിഫിക്കറ്റ്, അത് ബേസ് ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ അവൻ്റെ ആധാർ കാർഡ് നമ്പർ എഴുതി, നേരത്തെ പറഞ്ഞ പോലെ എല്ലാം നമ്മൾ ഇവിടെ ഫില്ല് ചെയ്തു. ആധാർ കാർഡ്, അതുപോലെ അവൻ്റെ ടെലിഫോൺ നമ്പർ, മൊബൈൽ നമ്പർ ഇവിടെ ശ്രദ്ധിക്കുക. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഇവൻ്റെ പിതാവിൻ്റെ പേര് അബ്ദുൾ മജീദ് എൻ്റെ പേരാണ്. എൻ്റെ ID നമ്പർ ഞാൻ ഇവിടെ എഴുതി. അതുപോലെ ഉമ്മയുടെ പേര് നഫീസത്തുൽ മിസ്രിയാണ്, നഫീസത്തുൽ മിസ്രി എഴുതി. അത് കഴിഞ്ഞ് ഉമ്മയുടെ ID കാർഡും എഴുതി. അതുപോലെ ഇവൻ്റെ പങ്കാളിയുടെ പേര് ഷഹന ഷെറീൻ ആണ്, അത് പേര് എഴുതി, ഷഹാന ഷെറീൻ. അതുപോലെ അവിടുത്തെ ID കാർഡ് നമ്പറും എഴുതി. ഇതാണ് നമ്മൾ ഒന്നാം കോളം ഫില്ല് ചെയ്യേണ്ടത്. ഇനി അവർക്ക് രണ്ടാം കോളം ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം എൻ്റെ മകൻ 2002 വോട്ടർ പട്ടികയിലില്ല. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം, ആ കോളത്തിൽ ബന്ധുവിന്റെ പേര് എഴുതണം. ബന്ധു എന്ന് പറയുന്നത് എൻ്റെ മകന്റെ ബന്ധു ഞാനാണ്, എൻ്റെ ഭാര്യയാണ്, അങ്ങനെ അല്ലെങ്കിൽ സഹോദരന്മാർ ആരെങ്കിലും എഴുതാം. അപ്പൊ ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നത് എൻ്റെയാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, എൻ്റെ മകന്റെ കാര്യത്തിൽ മൂന്നാം കോളം ഫില്ല് ചെയ്യേണ്ടതുണ്ട്, രണ്ടാം കോളം ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഒന്നാമത്തെ കോളത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, എൻ്റെ പേര് എഴുതി, എൻ്റെ ആ 2002 എപിക് നമ്പർ എഴുതി, അതിൽ എൻ്റെ ബന്ധുവിൻ്റെ പേര് 2002 വോട്ടർ ലിസ്റ്റിൽ എൻ്റെ പേരിന് നേരെ എൻ്റെ ഫാദറിൻ്റെ പേരുണ്ട്, അത് അബ്ദുൽ ഖാദർ എന്നാണ്, അത് എഴുതി. അത് എൻ്റെ അബ്ദുൽ മജീദിൻ്റെ ഫാദറാണ് അബ്ദുൽ ഖാദർ, അതുകൊണ്ടാണ്
അങ്ങനെ എഴുതിയത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ബന്ധുവിന്റെ പേരെന്ന് പറയുമ്പോൾ ആരും എന്ത് ചെയ്യാൻ പാടില്ല, തെറ്റിദ്ധരിക്കരുത്. രണ്ടാമത്തെ കോളത്തിൽ ബന്ധു എന്ന് പറഞ്ഞാൽ 2002 വോട്ടർ ലിസ്റ്റിൽ ഉള്ളതാണ്. അത് മദർ ആയിരിക്കാം, ഫാദർ ആയിരിക്കാം, സഹോദരനായിരിക്കാം, സഹോദരിയായിരിക്കാം, ഭാര്യയായിരിക്കാം, ഭർത്താവായിരിക്കും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ എന്റെ മകന്റെ കേസിൽ ഞാനാണ് 2002 വോട്ടർ ലിസ്റ്റിലുള്ളത്. അപ്പൊ എന്റെ വിവരങ്ങൾ മാത്രമാണ് ആ കോളത്തിൽ എഴുതേണ്ടത്. മകന്റെ ഒരു കാര്യം എഴുതണ്ട. അതിൽ നോക്കുക, എന്റെ വിവരം അബ്ദുൽ മജീദ്, അതിൽ CA ഞാൻ ഇട്ടുപോയി, CA പാടില്ല ശരിക്കും. അന്ന് അബ്ദുൽ മജീദ് മാത്രമേ ഉള്ളൂ. അന്നത്തെ എപ്പിക് നമ്പർ ആണത്, അത് കൃത്യമായിട്ട് ചെയ്താ. അന്ന് എൻ്റെ വോട്ടർ ലിസ്റ്റിൽ ബന്ധുവിന്റെ പേരായി എൻ്റെ പേരിന് നേരെ നമ്മൾ നേരത്തെ കണ്ടല്ലോ അബ്ദുൽ ഖാദർ എന്നാണുള്ളത്, അത് അവിടെ എഴുതി. അബ്ദുൽ ഖാദറുമായിട്ടുള്ള എൻ്റെ റിലേഷനാണ് ഫാദർ, കാസർഗോഡ്, കേരള. പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ ഉദുമ എന്ന് പൂരിപ്പിക്കുക. അതുപോലെ ഉദുമയുടെ കോഡ് 3 പാർട്ട് നമ്പർ 122 അതുപോലെ ക്രമ നമ്പർ 478. ഇങ്ങനെയാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, രണ്ടാം കോളത്തിൽ ബന്ധുവാണ്. ഇപ്പൊ ബന്ധുവും ചിലപ്പം നമ്മൾ ഇവിടെ തന്നെ ആയിരിക്കണം എന്നില്ല. ചിലപ്പോൾ എൻ്റെ മകൻ ചിലപ്പം ഇവിടെ വീടായിരിക്കാം, ചിലപ്പം ഞാൻ കോട്ടിക്കുളത്തായിരിക്കാം. അപ്പൊ എൻ്റെ കോട്ടിക്കുളത്തെ 2002 വിവരങ്ങൾ എഴുതിയാലും മതി. അപ്പൊ രണ്ടാം കോളത്തിലും മൂന്നാം കോളത്തിലും എഴുതുന്നത് 2002 വോട്ടർ ലിസ്റ്റിലുള്ള വിവരങ്ങൾ മാത്രമാണ്. അത് നമ്മുടെ ഇപ്പോഴത്തെ വിവരങ്ങളല്ല. ഇത് കൃത്യമായിട്ടും എല്ലാവരും മനസ്സിലാക്കി ഈ ഫോം ഫില്ല് ചെയ്യാണ്. ഇങ്ങനെ കൃത്യമായിട്ട് മനസ്സിലാക്കി ഈ ഫോം ഫില്ല് ചെയ്താൽ വളരെ എളുപ്പമാണ്. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മോട് ചോദിക്കുന്നത്. അത് കൃത്യമായ രേഖയെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഫില്ല് ചെയ്യുക. എല്ലാവരും ഇക്കാര്യത്തിൽ കൂടുതൽ ജാഗ്രത പാലിച്ച് കൃത്യമായ വിവരങ്ങൾ പൂരിപ്പിച്ചു കൊടുക്കുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ BLOമാരോട് ചോദിച്ച് ക്ലിയർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഒരു തരത്തിലുള്ള പ്രശ്നവും ഉണ്ടാവില്ല. വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയൊരു വിവരണം അവസാനിപ്പിക്കുകയാണ്. നമസ്കാരം.